ഗൈസ് അപ്പോൾ ഇതാണ് ഓപ്പോയുടെ റെനോ 13 Pro 5G എന്ന മോഡൽ. അതായത് ഓപ്പോയുടെ റെനോ സീരീസുകൾ ഭയങ്കര പോപ്പുലർ ആണ്. കാരണം ആ ഒരു സീരീസുകളിൽ ഇറക്കുന്ന ഡിവൈസുകൾ പൊതുവെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതേപോലെ നല്ല പെർഫോമൻസും തരുന്ന ഡിവൈസുകളായിരിക്കും. പക്ഷേ 2025 ഇറങ്ങിയിട്ടുള്ള റെനോ 13 സീരീസുകൾ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അതായത് റെനോ 13 Pro 5Gക്ക് തന്നെ കറന്റ് പ്രൈസ് 50,000 മുകളിലാണ്. ആൻഡ് ഗൈസ്, ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഫോണിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഡിവൈസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിന് അത് മാത്രമല്ല, സ്പെഷ്യൽ ആയിട്ട് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് കമ്പനി കാണിക്കുന്നത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്നാണ്. എന്ന് കരുതി ഫോൺ മേടിച്ചിട്ട് ഫുൾ ടൈം വെള്ളത്തിൽ മുക്കിയെടുത്ത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കണ്ട. മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കമ്പനി തന്നെ ഏറ്റെടുക്കുന്നുള്ളത് കമ്പനി എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഓൺ റിസ്കിൽ മാത്രം ഇത്തരം പരിപാടികൾ ചെയ്താൽ മതി. അത് മാത്രമല്ല, ഫോണിൽ അത്യാവശ്യത്തിന് അധികമുള്ള AI ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോസിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഒക്കെ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ഇത്തരം AI ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൺ വൺ ഹാൻഡിലി യൂസ് ചെയ്യാൻ ഇത്തിരി റിസ്ക് ആണ്. അതായത് ഫോൺ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വൺ ഹാൻഡിലി ഇങ്ങനെ പിടിക്കാൻ ഇത്തിരി ഒരു റിസ്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ ഫോണിന്റെ പെർഫോമൻസിന് സപ്പോർട്ട് ചെയ്യുന്നത് മേഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 എന്ന ചിപ്സെറ്റ് ആണ്. പിന്നെ ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ എത്രത്തോളം സപ്പോർട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ BGMI ഒക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ആവും. എന്ന് കരുതി ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. പകരം ഡേ ലൈഫിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. പിന്നെ 120 Hz സപ്പോർട്ട് ആയുള്ള 6.8 ഇഞ്ചിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ ഗ്ലാസ് 7i എന്ന പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്കൊക്കെ ബെസ്റ്റ് ഡിവൈസ് ആണെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് IP66, IP68 ആൻഡ് IP69 പ്രൊട്ടക്ഷൻ വരെ നൽകിയിട്ടുണ്ട്. പിന്നെ ക്യാമറ ഡിപ്പാർട്ടിലേക്ക് വരുമ്പോൾ ഫോട്ടോഗ്രാഫിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. വീഡിയോഗ്രാഫി അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആണ്. പക്ഷേ വീഡിയോഗ്രാഫി അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. 50 MB 2 ക്യാമറകളും 8 MB സിംഗിൾ ക്യാമറയുമാണ് റിയൽ ക്യാമറകളായിട്ട് നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 16 fps മാക്സിമം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. തന്നെ ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 50 MB സിംഗിൾ പ്രൈമറി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 16 fps മാക്സിമം വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ആൻഡ് ഫോണിൽ ഏകദേശം 5800 mAh ബാറ്ററി ലൈഫാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്ററി ലൈഫിനാണെങ്കിൽ 80 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ്ങും സപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സിൽ Android 15 ആണെങ്കിലും Android 17 വരെയുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കളേഴ്സ് OSന്റെ കസ്റ്റം UI ആണ് ഫോണിൽ റൺ ചെയ്യുന്നത്. പിന്നെ ഡെയിലി ലൈഫിൽ വളരെ റഫായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഡിവൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഓഫീസ് പർപ്പസിനൊക്കെയാണ് നിങ്ങൾ ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 50,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മറ്റു ബ്രാൻഡിന്റെ ഡിവൈസുകളോ അല്ലെങ്കിൽ ഓപ്പോയുടെ തന്നെ മറ്റു ഡിവൈസുകളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ട് വേരിയന്റിൽ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും റാം വേരിയന്റ് സെയിം തന്നെയാണ്. അതായത് 12GB റാമിന് 256GB ഇന്റേണൽ നൽകിയിട്ടുള്ള ഒരു വേരിയന്റും, അതേപോലെ 12GB റാമിന് തന്നെ 512GB ഇന്റേണൽ നൽകിയിട്ടുള്ള ഒരു വേരിയന്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ഡിവൈസ് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഓവർ പ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുന്നതാണ്. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യണേ.